കുപ്പത്ത് നിന്ന് ഈ മഴക്കെടുതിക്കൊപ്പം തന്നെ വരുന്ന മറ്റൊരു വാർത്ത, ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന കുപ്പത്ത് വീണ്ടും മണ്ണിടിഞ്ഞിരിക്കുന്നു എന്നതാണ്. നേരത്തെ ഇടിഞ്ഞ സ്ഥലത്തോട് ചേർന്നാണ് മണ്ണിടിച്ചിലുണ്ടായത്. വലിയ മൺകട്ടകൾ റോഡിലേക്ക് പതിക്കുകയായിരുന്നു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, വലിയ സമരമൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ് കഴിഞ്ഞ ദിവസം. അതിന് പരിഹാരമുണ്ടാക്കുമെന്ന ഉറപ്പും അധികൃതർ നൽകിയതാണ്. ഇന്ന് സംഭവിച്ചത് എന്താണ്? അനുജ, കണ്ണൂർ ജില്ലയിൽ ഇടപെട്ട് ശക്തമായ മഴ തുടരുകയാണ്. ജില്ലയിലെ വ്യാപകമായി അങ്ങനെ മഴക്കെടുതികളോ നാശനഷ്ടങ്ങളോ ഒന്നും കാര്യമായ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ കുപ്പത്താണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. അവിടെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് തുടർച്ചയായി മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മണ്ണിടിച്ചിൽ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും അവിടെ മണ്ണിടിഞ്ഞിരിക്കുകയാണ്. അവിടെ ആദ്യഘട്ടത്തിൽ മണ്ണും ചെളിയുമൊക്കെയാണ് ഇടിഞ്ഞതെങ്കിൽ ഇപ്പോൾ വലിയ പാറക്കെട്ടുകൾ, അതായത് കുന്നിടിച്ചാണ് ഈ നിർമ്മാണം നടത്തിയത്. അതിന് മുകളിലുള്ള പാറക്കെട്ടുകളൊക്കെ ഇടിഞ്ഞ് ഈ റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ ആശങ്ക അവിടെയുണ്ട്. ഗതാഗതം പൂർണ്ണമായി തന്നെ അതിലൂടെയുള്ള ദേശീയപാതയിലുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. മറ്റ് പയ്യന്നൂരിൽ നിന്ന് വരുന്നവർ പിലാത്തറയിൽ നിന്ന് KSTP വഴി കണ്ണൂർ പോകണമെന്നും അതോടൊപ്പം തന്നെ കണ്ണൂർ ഭാഗത്തേക്ക് പോകണമെന്നും കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നവർ കുപ്പം പാലത്തിന് സമീപത്ത് വെച്ച് കണ്ണപുരം വഴി പയ്യന്നൂർ ഭാഗത്തേക്ക് പോകണമെന്നൊക്കെ നിർദ്ദേശം, അങ്ങനെ വഴിതിരിച്ചു വിട്ടുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഈ മഴ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ രൂക്ഷമാകുന്ന സാഹചര്യമാണ് കുപ്പത്ത് നിലവിലുള്ളത്. ദേശീയപാത അതോറിറ്റിക്കോ നിർമ്മാണ കരാർ കമ്പനിക്കോ ഇതെന്ത് ചെയ്യണമെന്ന ഇപ്പോൾ ഒരു വ്യക്തതയില്ല എന്നതാണ് നമുക്ക് അവിടെ എത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ അവിടെ ഈ മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ അത് നീക്കം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഈ മണ്ണിടിച്ചിൽ പൂർണ്ണമായി തടയുന്നതിന് വേണ്ടി ഇനി എന്ത് ചെയ്യും എന്ന കാര്യത്തിലൊക്കെ അവർക്കും ആശയക്കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ചൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് നേരത്തെ തന്നെ ഈ ആശങ്ക പങ്കുവച്ചതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ ഇത് പരിഗണിച്ചില്ല. അവരുടെ നാട്ടുകാരൊന്നും ആശങ്ക പരിഗണിച്ചില്ല. അന്നത് പരിഗണിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഗതി കുപ്പത്തെ ദേശീയപാത നിർമ്മാണത്തിൽ ഉണ്ടാവുമായിരുന്നില്ല. അതാണ്, ദേശീയപാത നിർമ്മാണത്തിനിടെയാണ് കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായെന്നുള്ളത്. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്. അതിന് സമീപത്ത് തന്നെ വീണ്ടും മണ്ണിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്ന വാർത്ത.